ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ജനഗണ മന എന്ന് പറയുന്നതിന് പകരം ജനഗണ മണ എന്ന് പറഞ്ഞുപോയി. അതിന് അദ്ദേഹത്തെ ഇവിടുത്തെ പല യൂട്യൂബർമാരും അതിഭയങ്കരമായി വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. വീഡിയോകൾ ധാരാളം ഇറങ്ങുകയും ഒക്കെ ചെയ്തു. ഒന്ന് ആലോചിക്കൂ, ദേശീയ ഗാനം ജനഗണമണ. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റാണ്, അല്പത്തരമാണ്. കാരണം ഈ തരത്തിലുള്ള വാക്കുകൾ മാറിപ്പറയുന്നത്, അക്ഷരങ്ങൾ മാറിപ്പറയുന്നത് ഒക്കെ സ്വാഭാവികമാണ്. നമുക്ക് അറിയാം, ഇദ്ദേഹം കേരളത്തിലായിരുന്നില്ല കൂടുതൽ കാലവും. വ്യവസായ സംബന്ധമായി അദ്ദേഹം കർണാടകയിലും ഒക്കെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ ഒരു കന്നഡ ആക്സെന്റ് കയറി വരാറുണ്ട്. പിന്നെ അദ്ദേഹം മലയാള പദങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അദ്ദേഹം മന എന്നുള്ളതിന് പകരം മണ എന്ന് പറഞ്ഞു പോയത് ഏതാണ്ട് വലിയൊരു അപരാധമാണ്. അദ്ദേഹം ഒരു മണ്ടത്തരമാണ് കാണിച്ചതെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ചെമ്മീൻ. അതിലെ ഒരു ഗാനം വാനസം അയിനേ വരൂ എന്നുള്ളത്. ആ ഗാനത്തിലെ ഒരു 2 വരി ഞാനൊന്ന് പറയാം തൽക്കാലം. പിന്നീട് ഇത് പിന്നീട് അതിൻ്റെ ഗാനം നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യാം. നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ എന്നാണ് വരികൾ. പക്ഷെ മന്നാടയെ പാടിയത് എങ്ങനെയാണെന്നറിയാവോ? നിലാവിൻ്റെ നാട്ടിലെ കലിക്കൂട്ടുകാരനെ മറന്നുപോയോ എന്നാണ്. നിലാവിൻ്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ. 2 സ്ഥലത്ത് ഇങ്ങനെ അക്ഷരം മാറിയാണ് അദ്ദേഹം പ്രൊനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും വാക്കുകളും വഴങ്ങില്ല എന്നുള്ളതാണ്. നമ്മുടെ പഴനിയാണ്ടവൻ തമിഴർക്ക് പളനിയാണ്ടവനാണ്. നമ്മുടെ വാഴപ്പഴം തമിഴന് വാഴപ്പളമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ഇത് നമുക്കറിയാം. ഈ സായിപ്പന്മാർ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പല സ്ഥലനാമങ്ങളും ഉച്ചരിക്കാൻ സായിപ്പിന് കഴിയാത്തത് കൊണ്ട് അവർക്ക് പറയാൻ ഒക്കുന്ന രീതിയിലാക്കി. ഉദാഹരണത്തിന് തിരുവനന്തപുരം ട്രിവാൻഡ്രമാക്കി. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എന്ത്? തിരു അനന്തപുരം, അനന്തൻ്റെ ശ്രേഷ്ഠമായ നാട്, രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ സായിപ്പ് അതിനെ എങ്ങനെയാക്കി? ട്രീ വാൻ ട്രം, മരം വണ്ടി മദ്ദളം. ട്രീ എന്ന് പറഞ്ഞാൽ മരം, വാൻ എന്ന് പറഞ്ഞാൽ വണ്ടി, ഡ്രം മദ്ദളം. അപ്പോൾ തിരുവനന്തപുരത്തെ മരം വണ്ടി മദ്ദളമാക്കി സായിപ്പ്. പക്ഷേ നമ്മളത് സർവാത്മന സ്വീകരിച്ചു. നമ്മളും അങ്ങനെ ട്രിവാൻഡ്രം എന്ന് പറയുന്നു. ഇതുപോലെ എത്രയെത്ര സ്ഥലങ്ങൾ. കൊല്ലം എന്നുള്ളത് കൊയിലോണായി, ആലപ്പുഴയുള്ളത് ആലപ്പിയായി, ഇങ്ങനെയൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതിന് അത്ര കൂടുതൽ ട്രോളേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. പലപ്പോഴും സംസാരിക്കുമ്പോൾ അർത്ഥവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അബദ്ധങ്ങളോ പറ്റാറുണ്ട്. അതിനെ ആരും അങ്ങനെ കളിയാക്കുകയോ അതിനെ ട്രോളുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരു തരംതാണ പരിപാടിയാണ്. ഇവിടുത്തെ യൂട്യൂബർമാരെ ഈ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കരുത്. അവർ തന്നെ വഷളാവുകയും അവർ തന്നെ അവഹേളിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.